ഇത് ആൽഫ ക്യാപിറ്റലിൻ്റെ തേർഡ് പേ ഔട്ട് ഡേറ്റ് ആണ്. ഇപ്പോൾ ഡേറ്റ് നോക്കിയാൽ കാണാം ജനുവരി 23 അതായത് ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് തേർഡ് വീക്കേ ആയിട്ടുള്ളൂ. സോ ഇത് നമ്മുടെ തേർഡ് പേ ഔട്ടുമാണ്. സോ നമുക്ക് ഡാഷ്ബോർഡിലോട്ട് പോകാം, പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ആൽഫ ക്യാപിറ്റലിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിൽ നോക്കിയാൽ അക്കൗണ്ട് സൈസ് കാണാം 200K തന്നെയാണ്. അതുപോലെ പ്രോഫിറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത് 3,235 ആണ്. അതായത് ഇവിടെ നമുക്ക് കലണ്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കാണുന്നത് നമ്മൾ ഫസ്റ്റ് വിഡ്രോൾ എടുത്തതാണ്. അത് കഴിഞ്ഞ് 4 വീക്ക് പ്രോഫിറ്റുകളായിരുന്നു. അത് കഴിഞ്ഞ് 12 നമ്മൾ സെക്കൻഡ് വിഡ്രോൾ എടുത്തു. പിന്നെ അത് കഴിഞ്ഞൊരു ലൂസിംഗ് ഡേ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ടോട്ടലി നമ്മളൊരു 11 ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 ലൂസിംഗ് ഡേയ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇന്ന് നമ്മുടെ തേർഡ് പേ ഔട്ടാണ്. നമുക്ക് പേ ഔട്ട് സെഷനിലേക്ക് പോകാം. പേ ഔട്ട് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഇവിടെ നോക്കിയാൽ കാണാം. പ്രോഫിറ്റ് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് 2588 ആണ് നമുക്ക് പേ ഔട്ട് വന്നിരിക്കുന്നത്. അതായത് 2588 കൊടുക്കണം. ഓക്കെ, ഇവിടെ പേ ഔട്ട് റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നേരത്തെ ലാസ്റ്റ് ടൈം നമ്മൾ എടുത്തിരുന്ന 2 പേ ഔട്ടിൻ്റെ അപ്രൂവൽഡ് ആയിട്ടുള്ള അതായത് റിസീവ്ഡ് ആയിട്ടുള്ള ഇവിടെ കാണാം. സോ നമ്മൾ INR കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2588 × 90 അതായത് 2,32,000 പേ ഔട്ടാണ് ഇന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ മന്തിലെ പേ ഔട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം. ഫസ്റ്റ് പേ ഔട്ട് 2,500, അതുപോലെ 3,800. ഇപ്പോൾ ലാസ്റ്റ് ഡേ എടുത്ത GFTയുടെ പേ ഔട്ട് $650. ഇന്ന് കൊടുത്ത 28555. ഇത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 9849 ആണ്. 290 നോക്കിക്കഴിഞ്ഞാൽ 8,86,000. അതായത് ടോട്ടൽ നമ്മൾ ജനുവരി സ്റ്റാർട്ട് ചെയ്ത് 3 വീക്ക് കൊണ്ട് എടുത്തിരിക്കുന്ന പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 86,000. അതായത് ഇനിയും നമുക്കൊരു വീക്ക് കൊണ്ട് ബാക്കിയുണ്ട്. അതിലും പേ ഔട്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.